ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള കോർപ്പറേഷനാണ്, നഗരസഭയാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഈ കോർപ്പറേഷനിലെ 227 അംഗ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 118 സീറ്റ് നേടിക്കൊണ്ട് BJP ശിവസേന ഷിൻഡെ സഖ്യം ആണ് വിജയിച്ചിരിക്കുന്നത്. ഇത് ഒരു 2 ദശാബ്ദത്തിലധികമായിട്ട് മുംബൈ ഭരണം കൈയാളുന്ന ശിവസേനയ്ക്ക്, താക്കറേമാരുടെ ശിവസേനയ്ക്ക് ഒരു കനത്ത തിരിച്ചടിയാണ്. ഇത്തവണ എല്ലാ ശിവസേനയും ഞങ്ങൾക്ക് ഒരുമിക്കുന്നു. അതായത് ഉദ്ധവ് താക്കറെ, അതേപോലെ തന്നെ രാജ് താക്കറെ, പഴയ ബാൽ താക്കറയുടെ മകനും മരുമകനും, അങ്ങനെ മറാഠ സ്പിരിറ്റ് അത് വളരെ വ്യാപകമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷെ കനത്ത തിരിച്ചടിയാണ് ശിവസേനയ്ക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പുറകെ കാരണം എന്ന് നമുക്ക് അനലൈസ് ചെയ്യുന്നത് വളരെ കൗതുകകരമായിരിക്കും. കാരണം മുംബൈയിലെ ജനങ്ങൾ അവർ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റത്തിനനുസൃതമായിട്ട് അവർ നിൽക്കുകയാണ്. ശിവസേനയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മറാഠ പൈതൃകത്തിന്റെ ഭാഗമായിട്ടാണ് നിന്നത്. അവരുടെ കാൽക്കുലേഷൻ തന്നെ BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് മറാഠ വോട്ടുകൾ സമാഹരിക്കുക, BJP വിരുദ്ധ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അങ്ങനെ വരുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും. 40% മറാഠികളാണ് മുംബൈയിലുള്ളത്. 40% ഗുജറാത്തികളും മറ്റ് വടക്കേ ഇന്ത്യക്കാരും തെക്കേ ഇന്ത്യക്കാരും ഒക്കെയാണ് ഉള്ളത്. 20% മതപരമായി നോക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ സംഖ്യ. അപ്പൊ BJP വിരുദ്ധ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറാഠ വോട്ടിനോടൊപ്പം തന്നെ മുസ്ലിം വോട്ടും കിട്ടിയാൽ തങ്ങൾക്ക് സുഖമായിട്ട് മഹാരാഷ്ട്ര ജയിച്ച് കയറാം, അല്ലെങ്കിൽ മുംബൈ ജയിച്ച് കയറാം എന്നുള്ളതായിരുന്നു ശിവസേനയുടെ, ഉദ്ധവ് താക്കറെ ശിവസേനയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ MNSനെ കൂടെ, അതായത് താക്കറയുടെ മരുമകനായ തന്റെ കസിനായ രാജ് താക്കറെ കൂടെ കൂട്ടാൻ ഉദ്ധവ് താക്കറെ തീരുമാനിച്ചത്. അപ്പം MNSുമായിട്ട് സഹകരിച്ചതിന്റെ പേരിലാണെന്ന് പറയുന്നു കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് മാറുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ടാണ് MNSനെ എടുത്തത്. പക്ഷേ MNSും കോൺഗ്രസും 4ലധികം കോർപ്പറേഷനുകൾ ഒരുമിച്ച് മത്സരിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഉള്ളൊരു പ്രതീതി, ആരാണ് വികസനത്തിന് വേണ്ടി നിൽക്കുന്നത്, ആരാണ് മഹാരാഷ്ട്രയുടെ മറാഠയുടെ പാരമ്പര്യത്തിന് വേണ്ടി നിൽക്കുന്നത്, ഈ 2 പേരിൽ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരുന്നു മുംബൈ നിവാസികളുടെ മുമ്പിലുള്ള പ്രശ്നം. യഥാർത്ഥത്തിൽ മുംബൈ എന്ന് പറയുന്നത് തങ്ങളുടെ പഴയകാല മുംബൈയുടെ പ്രഭാവം മനസ്സിലിരുത്തിക്കൊണ്ടാണ് ശിവസേന തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ മുംബൈ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അതായത് 60%-ലധികം ആളുകൾ മുംബൈയിൽ നിന്ന് പുറത്തു വന്ന ആളുകളാണ്. അവരും വികസനത്തിന്റെ കാര്യത്തിൽ അവിടെ പങ്കാളികളാണ്. അവരുടെ തലമുറകളായിട്ട് അവരവിടെ താമസിക്കുകയാണ്. ലോകം ആധുനികവൽക്കരിക്കുന്നതിനനുസരിച്ച് മുംബൈയിലും മാറ്റങ്ങൾ വരുന്നു. പക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാൻ ആര് തയ്യാറായിരുന്നില്ല? ശിവസേന തയ്യാറായിരുന്നില്ല. അപ്പൊ ശിവസേന മുംബൈയുടെ ഒരു പഴയ പൈതൃകം പിടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാരോടുള്ള, ഉത്തരേന്ത്യക്കാരോടുള്ള, ഗുജറാത്തികളോടുള്ള ഒരു വിരോധം അത് ഉയർത്തിപ്പിടിച്ചാണ് ശിവസേന മുന്നോട്ട് വന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എന്ന് പറയുന്ന രാജ് താക്കറയുടെ പാർട്ടി അത് വളരെയധികം ആക്രാമികമായ രീതിയിൽ വടക്കേ ഇന്ത്യക്കാർക്ക് നേരെയും ഗുജറാത്തികൾക്ക് നേരെയും അതേപോലെ തന്നെ തെക്കേ ഇന്ത്യക്കാർക്ക് നേരെയും ഒക്കെ തന്നെ അട്ടഹാസം മുഴക്കിയ സങ്കുചിതമായ പ്രാദേശികവാദത്തിന്റെ വക്താക്കളായിട്ടാണ് അവർ ഇന്നും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ധവ് ശിവസേനയ്ക്ക് MNSനെ കൂട്ടിയതോടുകൂടി തന്നെ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു പിന്തുണ കിട്ടുന്നത് കൂടി ഇല്ലാതാവുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വ്യക്തമാവും. ഇപ്പൊ തന്നെ 29 സീറ്റുകൾ ആകെയുള്ള 227 സീറ്റിൽ 29 സീറ്റ് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതും മറാഠി മേഖലയിൽ തന്നെയാണ് അവർ ജയിച്ചിരിക്കുന്നത്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ 89 സീറ്റ് നേടി. 29 സീറ്റ് BJPയുടെ സഖ്യകക്ഷിയായ ഷിൻഡെ ശിവസേന നേടിയിരിക്കുന്നു. അതേപോലെ തന്നെ 65 സീറ്റാണ് ഉദ്ധവ് താക്കറയുടെ ശിവസേന കിട്ടിയിരിക്കുന്നത്. 6 സീറ്റ് നമ്മുടെ രാജ് താക്കറയുടെ ശിവസേനയ്ക്കും 1 സീറ്റ് NCP ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഇവരുടെ സഖ്യകക്ഷിയായ NCPക്കാണ് കിട്ടിയത്. അപ്പൊ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മാറ്റം ആഗ്രഹിക്കുന്നു, അവർക്ക് വികസനം വേണം. BJP പറഞ്ഞത് എന്താണ്? ഓരോ സൊസൈറ്റികളും, ആ സൊസൈറ്റികളുടെ ഡെവലപ്മെന്റ്, മുംബൈയുടെ പശ്ചാത്തല വികസനം, റോഡുകളൊക്കെ നന്നാക്കുക, അങ്ങനെയുള്ള ഒരു എക്കണോമിക് പാക്കേജ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് BJP
തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതേസമയത്ത് വർഷങ്ങളായിട്ട് മുംബൈ ഭരിക്കുന്ന ശിവസേനയുടെ വികസന പ്രവർത്തനമില്ലായ്മ ജനങ്ങളെ അങ്ങേയറ്റം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഭാഗത്ത് പാരമ്പര്യവാദം, അപ്പം നമ്മളാണ് ബോംബെക്കാരുടെ പാർട്ടിയാണ് ശിവസേന, താക്കറയുടെ പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പാരമ്പര്യവാദമാണ് ഒരു ഭാഗത്ത് ശിവസേന മുന്നോട്ട് വെച്ചത്. മറുഭാഗത്ത് BJP ആകട്ടെ വികസനം, ആധുനിക രീതിയിലുള്ള യുവാക്കളുടെയൊക്കെ പിന്തുണ അവർക്ക് കിട്ടാനായി. അതേപോലെ തന്നെ മറുഭാഗത്ത് BJP ആകട്ടെ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ മഹാരാഷ്ട്ര സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഡ്കി ബഹൻ യോജന തുടങ്ങിയ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ, അതേപോലെ തന്നെ ആധുനികവൽക്കരണം, പശ്ചാത്തല വികസനം, അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുതിയ തലമുറ അവർ ഒരിക്കലും പാരമ്പര്യവാദത്തിന്റെ പിറകെ പോകാൻ തയ്യാറായില്ല. അവർക്ക് വേണ്ടത് വികസനമാണ്, തൊഴിലാണ്, തൊഴിലവസരങ്ങളാണ്, വ്യവസായ വികസനമാണ്, അങ്ങനെ സാമൂഹ്യ വികസനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് BJP ഊന്നൽ നൽകിയതെങ്കിൽ മറുഭാഗത്ത് ശിവസേന വെറും പാരമ്പര്യവാദത്തെ പിടിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് അവരൊരു കടുത്ത BJP വിരോധം തങ്ങള് പ്രവർത്തിച്ചാൽ, ആ കടുത്ത BJP വിരോധം പ്രകടിപ്പിച്ചാൽ സ്വാഭാവികമായും മുസ്ലിങ്ങൾ 20% വരുന്ന മുസ്ലിങ്ങളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടുമെന്നാണ് ശിവസേന കരുതിയത്. പക്ഷെ ശിവസേനയുടെ പഴയകാലത്തുള്ള റെട്ടോറിക്കുകളൊക്കെ തന്നെ, ശിവസേനയുടെ പഴയകാലത്തുള്ള മുസ്ലിങ്ങൾക്കെതിരായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടൊക്കെയുള്ള അവരുടെ ആ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ MNSന്റെ ആക്രാമികമായ പ്രവർത്തന ശൈലി, അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു വിഭാഗം മുസ്ലിങ്ങളൊന്നും തന്നെ ആർക്ക് വോട്ട് ചെയ്തില്ല. അവരൊന്നും ശിവസേനയ്ക്ക് വോട്ട് ചെയ്യാതെ അവർ BJPക്ക് വോട്ട് ചെയ്തു. ചില സ്ഥലങ്ങളിൽ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസിനും പഴയ കാലത്ത് തന്നെ ബോംബെയിൽ ഒരുപാട് ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഇത്തവണ തന്നെ അവർക്ക് 24 സീറ്റ്, 227 സീറ്റിൽ 24 സീറ്റ് അവർ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അപ്പൊ അവിടെയൊക്കെ കുറെയൊക്കെ മുസ്ലിം പിന്തുണയുണ്ടാവും. പിന്നെ പരമ്പരാഗതമായ കോൺഗ്രസ് വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. കോൺഗ്രസിന്റെ സഖ്യം ഇല്ലാതെ, കാരണം MNSനെ കൂട്ടാൻ വേണ്ടി കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ശിവസേന മത്സരിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ശിവസേനയുടെ പാരമ്പര്യവാദത്തിനേറ്റ തിരിച്ചടി, മാത്രമല്ല അതൊരു കുടുംബത്തിന്റെ പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു. അതേസമയത്ത് ശിവസേനയ്ക്കകത്ത് തന്നെ ശിവസേനയുടെ യഥാർത്ഥത്തിൽ താക്കറയുടെ അനുയായി താനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഏകനാഥ് ഷിൻഡെ. അദ്ദേഹം കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി താനയിലൊക്കെ വലിയ ശക്തിയായ പാർട്ടിയാണ്. അതേസമയത്ത് മുംബൈ മഹാനഗരത്തിലും ശിവസേനയുടെ, ഉദ്ധവ് ശിവസേനയുടെ അല്ലെങ്കിൽ താക്കറെ ശിവസേനയുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ, അതായത് അവർക്ക് 65 സീറ്റ് കിട്ടിയ സമയത്ത് ഇവർ 29 സീറ്റ്, ഏതാണ്ട് പകുതി സീറ്റുകൾ ഏകനാഥ് ഷിൻഡെയുടെ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ മൊത്തത്തിൽ സംസ്ഥാന തലത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന ഉദ്ധവ് ശിവസേനയേക്കാൾ എത്രയോ മുമ്പിലാണ്. അവർ സംസ്ഥാനത്ത് തന്നെ 2ാമത്തെ പാർട്ടിയാണ്. 3ാമത്തെ പാർട്ടിയായിട്ട് പിന്നെ കോൺഗ്രസ് വന്നു, തൊട്ടുപുറകിലാണ് ഉദ്ധവ് ശിവസേന ഉള്ളത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഉദ്ധവ് ശിവസേന സംസ്ഥാന അടിസ്ഥാനത്തിൽ വളരെ പിറകിൽ പോയി, വെറും ബോംബെയിൽ മാത്രമുള്ള ഒരു പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു. അതേസമയത്ത് ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയാകട്ടെ താനെയിലും അതേപോലെയുള്ള ഡോംബിവില്ലി അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലൊക്കെ തന്നെ അവർ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. ഭരണത്തിന്റെ ഒരു ആനുകൂല്യം അവർക്കുണ്ടായിരിക്കാം. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ശിവസേനയുടെ ഒരു പാരമ്പര്യം, ആ പാരമ്പര്യമുള്ള ശിവസേനയുടെ അവകാശവാദങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടാണ് BJP അതിന്റെ ഒരു ഏറ്റവും വലിയ കുതിപ്പ് നടത്തിയിരിക്കുന്നത് ബോംബെയിൽ. കാരണം മുംബൈയിൽ മുമ്പൊക്കെ തന്നെ, മുമ്പും BJPയും ശിവസേനയും സഖ്യമായിരുന്നു. അന്ന് പ്രമോദ് മഹാദിനെ പോലെയുള്ള വലിയ നേതാക്കളൊക്കെ BJPയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും താക്കറെയായിരുന്നു മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ശിവസേനയായിരുന്നു 1ാമത്തെ കക്ഷി. BJPക്ക് ശിവസേനയുടെ കീഴിൽ 2ാമത്തെ കക്ഷിയായി മാത്രമേ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അതേപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവകാശവാദങ്ങളുമായിട്ട് അവർ വന്നു. ഉദാഹരണത്തിന് ബാബരി മസ്ജിദ് പൊളിച്ച സംഭവം വന്നു. അപ്പൊ അത് ദേശീയ തലത്തിൽ വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറിയിരുന്നു. അങ്ങനെ അയോധ്യ പ്രക്ഷോഭത്തില് BJP പിന്തുണച്ചു. ഹൈന്ദവ സംഘടനകളാണ് നേതൃത്വം കൊടുത്തത്. ലാൽകൃഷ്ണ അഡ്വാനി രഥയാത്ര നടത്തി. പക്ഷേ എന്താണ് ശിവസേന അവകാശപ്പെട്ടത്? ശിവസേന ആവശ്യപ്പെട്ടത് ഞങ്ങളാണ് ബാബരി മസ്ജിദ് തകർത്തത്, അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ്, ശിവസൈനികരാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് അവകാശപ്പെട്ടത്. പക്ഷെ അങ്ങനെയുള്ള പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന ശിവസേന പക്ഷെ പിന്നീട് അവർ കോൺഗ്രസ് പാളയത്തിലേക്ക് പോവുകയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളായിട്ട് അവർ സഖ്യം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയൊരു മുസ്ലിം ലീഗും അങ്ങനെയുള്ള കക്ഷികളൊക്കെ ആയിട്ടുള്ള ഒരു സഖ്യത്തിലൂടെ തങ്ങൾക്ക് BJP വിരുദ്ധ വോട്ടുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന ആ ഒരു വിശ്വാസവും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ജനങ്ങൾ അത് തകർത്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പോ ബീഹാറില് BJPയുടെ വമ്പിച്ച വിജയം, ഹരിയാനയിലെ BJPയുടെ വമ്പിച്ച വിജയം, മഹാരാഷ്ട്രയിൽ നേരത്തെ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം, അതിനുശേഷം ആധികാരികമായിട്ട് മഹാരാഷ്ട്രയിലെ കോർപ്പറേഷനുകളിലൊക്കെയുള്ള BJPയുടെ വിജയം. അപ്പൊ അത് BJPയുടെ കുതിച്ചു ചാട്ടത്തിൽ ഒരു വലിയൊരു നാഴികക്കല്ല് കൂടിയാണ് മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ മുംബൈ നഗരസഭയിലെ വിജയം.